ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇല്ലാത്ത 10 വർഷങ്ങളെന്ന പരസ്യവാചകം ഒഴിവാക്കി KSEB. ഇനി വരുന്ന ബില്ലുകളിൽ നിന്നാണ് ഒഴിവാക്കിയത്. പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടി സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. സനൂപ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. സനൂപ്, KSEBയുടെ ബില്ലിന്റെ മേൽ അത് കറണ്ട് പവർ കട്ടില്ലാത്ത 10 വർഷം എന്നുള്ള പരസ്യവാചകം ഉൾപ്പെടുത്തിയിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളടക്കം പലരും പങ്കുവച്ച് അത് വലിയ വിമർശനത്തിനിടയാക്കിയ സാഹചര്യം. മാത്രമല്ല, അതൊരു തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി വന്നപ്പോൾ തന്നെ അത് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് KSEB എത്തിച്ചേരുകയായിരുന്നു. ദിവ്യ, ഇന്നലെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ടുള്ള RS ശശികുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഈ പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷവും KSEB ബില്ലിൽ സർക്കാരിന്റെ പരസ്യവാചകം ഉപയോഗിക്കുന്നു, KSEB ബില്ലുകളിലൂടെ ഇത് വരുന്നു എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ ഉണ്ടായിരുന്നത് പവർക്കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന പരസ്യവാചകമായിരുന്നു. ഇത് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി നൽകിയത്. പിന്നാലെയാണ് ഇപ്പോൾ KSEB തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് ഇത് നീക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇന്നലെ തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തു വിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ചെയർമാൻ ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകളോട് എന്താണ് സംഭവിച്ചെന്നുള്ള വിശദീകരണം അടക്കം തേടിയത്. ഇനി വരുന്ന ബില്ലുകളിൽ നിന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ട നടപടിയാണ് നിലവിൽ ഇപ്പോൾ KSEB സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത പരാതിയിലും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഇക്കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാട്ടിയിരുന്നത്. 3 പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ പരാതിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, KSEBയോട് എത്രയും വേഗം ഈ പരസ്യവാചകം ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ട നിർദ്ദേശം നൽകണം. രണ്ടാമത്തെ കാര്യം, ഇത് ഈ പെരുമാറ്റച്ചട്ട ലംഘനത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണം. അതേപോലെ മൂന്നാമത്തത്, ഈ പറയുന്ന പോലെ ഇത്തരം വകുപ്പുകളെ സർക്കാർ ഈ പ്രചരണ വാക്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല, അത് വിലക്കണം തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുണ്ടായിരുന്ന പരാതി നൽകിയത്. എന്തായാലും KSEB തന്നെ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് വരുന്നതിന് മുമ്പേ തന്നെ നടപടി സ്വീകരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇന്നലെ ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണ് ഇനി മുതൽ ഈ ബില്ലുകളിൽ നിന്ന് ഈ പരസ്യവാചകം ഒഴിവാക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ദിവ്യ, എന്തായാലും KSEB ബില്ലിൽ ഇനി ആ പരസ്യവാചകം ഉണ്ടാകില്ല. പരസ്യവാചകം ഒഴിവാക്കാനുള്ള തീരുമാനം KSEB തന്നെ എടുത്തിരിക്കുകയാണ്. സനൂപാണ് വിവരങ്ങൾ നൽകിയത്.